ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിനെ അവിശ്വസിക്കുവാനും അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം നമുക്ക് വരാതിരിക്കാനും നാം സൂക്ഷിച്ചു കൊള്ളണം. ദൈവവചനത്തിൽ നമുക്ക് കാണാം, 2 രാജാക്കന്മാർ 6:24 നോക്കിക്കഴിഞ്ഞാൽ ഈ അരാം രാജാവായ ബെൻഹദദ് ഈ ശമരി എന്ന രാജ്യത്തെ പട്ടണത്തെ മുഴുവനും വളഞ്ഞു കഴിഞ്ഞ് വളരെ ഒരു ക്ഷാമം ആ പട്ടണം നേരിടുവാണ്. അവിടെ പറയുന്നുണ്ട്, ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും ഒരു പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും അത്ര വില കയറി, അത്ര കഠിനമേറൊരു ക്ഷാമം നേരിട്ടു. അവർക്ക് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ ഈ ശമരി എന്ന പട്ടണക്കാരിയ്ക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഒരു പ്രവാചകനിലൂടെ, എലീശ പ്രവാചകനിലൂടെ ഇവിടെ അരുളി ചെയ്യുവാണ്, നാളെ ഈ സമയത്ത് ഇത്ര പട്ടിണിയും ക്ഷാമവും നേരിടുന്ന സമയത്താണ് പറയുന്നത്, നാളെ ഈ സമയത്ത് ഇവിടെ 1 സെയ ഗോതമ്പുമാവും, ഷെക്കേലിന് 1 സെയ ഗോതമ്പുമാവും, ഷെക്കേലിന് 2 സെയ യവവും വിൽക്കുമെന്ന് അരുളി ചെയ്യുകയാണ്. എന്നാൽ ഈ ദൈവപുരുഷൻ ഇങ്ങനെ അരുളി ചെയ്തു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അകമ്പടി നായകന് അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരനുഭവം. പുള്ളിക്കാരൻ ഇവിടെ പറയുകയാണ്, യഹോവ ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നാൽ പോലും ഇങ്ങനെ ഒരു കാര്യം സാധിക്കുമെന്ന്. അപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ ഈ അകമ്പടി നായകന് കഴിഞ്ഞില്ല. ദൈവത്തിന് ഇതൊക്കെ സാധിക്കും, ഇത്ര ക്ഷാമം, കാര്യം നോക്കിക്കഴിഞ്ഞാൽ യാതൊരു സാധ്യതയില്ല. കാരണം അത്ര പട്ടിണിയിലാണ്, അത്ര പ്രയാസത്തിലാണ് ഈ രാജ്യം കഴിയുന്നത്. പക്ഷെ നാളെ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പം ഈ അകമ്പടി നായകൻ അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ ദൈവത്തെ കുറ്റം പറയുന്നൊരു അനുഭവം. ദൈവം ഇനി കിളിവാതിൽ, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാൽ പോലും ഇത് നടക്കുമോ എന്ന് ഈ അകമ്പടി നായകൻ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം അത് നമുക്ക് വചനം വായിച്ച 7-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അങ്ങനെ സംഭവിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ ഗോതമ്പും യവവും ഒക്കെ വിറ്റു. പക്ഷേ ഈ അകമ്പടി നായകനെ ആളുകൾ ചവിട്ടിക്കളഞ്ഞു. അതുകൊണ്ട് ഈ അകമ്പടി നായകന് ഇത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ കണ്ടു, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പുള്ളിക്കാരൻ കണ്ടെങ്കിലും അത് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലും അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം വെച്ചിട്ട് ദൈവം നമ്മളോട് ചില വചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ, ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് അരുളി ചെയ്യുമ്പം അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ അവിശ്വാസത്തോടെ ചില വാക്കുകൾ പറഞ്ഞിട്ട് ദൈവത്തെ കോപിപ്പിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുവാനും ഇടവരരുത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവം എന്തെങ്കിലും ഒരു കാര്യം അരുളി ചെയ്താൽ ദൈവം അതുപോലെ പ്രവർത്തിക്കും. നമ്മൾ എന്ത് ചെയ്യണം? അത് വിശ്വസിച്ചാൽ മാത്രം മതി, നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയും. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.